കോൺഗ്രസ് ഇങ്ങനെ ബി.ജെ.പിയെ സഹായിച്ച് എത്ര കാലം മുന്നോട്ട് പോകും? 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവങ്ങളിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിക്കേണ്ടതാണ്. തൃശ്ശൂർ കണ്ടാലും സുഖിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സീറ്റ് കരസ്ഥമാക്കും. ക്രമമുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്തിൻ്റെ അഥവാ നമ്മളെല്ലാം ദീർഘകാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വരാജ് റൗണ്ടിനോട് ചേർന്നിട്ടുള്ള തേക്കിങ്കാട് മൈതാനം എന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി മാത്രമായി അനാവശ്യമായ കേന്ദ്രങ്ങളിൽ കൂടി വൃക്ഷശിഖരങ്ങളൊക്കെ മുറിക്കുക എന്നൊക്കെ പറയുന്നത് തൃശ്ശൂരിന് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യമാണ്. നേരത്തെ അവിടെ നടക്കുന്ന ഏതെങ്കിലും ഓരോ ചെറിയ സംഭവങ്ങളിൽ പോലും വികാരപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാരും ഇപ്പോൾ അതിനോട് പ്രതികരിക്കുന്നതായി കാണുന്നില്ല. നേരത്തെ അവിടുത്തെ ചെറിയ ചില മരമുറിയുമായി ബന്ധപ്പെട്ട് വടക്കുന്നാഥൻ്റെ ജടകൾ മുറിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചവരൊന്നും ഇപ്പോൾ അഭിപ്രായം പറയുന്നതും കാണുന്നില്ല. സാധാരണ നിലയിൽ ഉണ്ടാകേണ്ടതിനേക്കാൾ വലിയ വിധത്തിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള നടപടികളാണ് ചെയ്തത്. അതിനെ ആശയപരമായിട്ട് നേരിടേണ്ടതാണ്, ആശയപരമായി ഉയർത്തിപ്പിടിക്കേണ്ടതാണ്, ആ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തേണ്ടതാണ്. ഞാൻ തന്നെ നേരിട്ട് ആ കാര്യം പറയുകയും ചെയ്തു. ആശയപരമായി ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് അഭിപ്രായം. പക്ഷേ ഇതൊക്കെ ഒരു കേരളത്തിലെ പ്രത്യേകിച്ച് സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. അതൊന്നും മായ്ച്ചു കളയാനാർക്ക് സാധ്യവുമല്ല. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ് ഒരു മത്സരമെന്ന്, പ്രത്യേകിച്ച് CPM മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇക്കാര്യത്തിൽ എന്താണ് CPIയുടെ ഒരു പ്രതികരണം? ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിൽ പോയ അനുഭവമില്ലാത്തതിൻ്റെ പേരിലാണെന്ന് ഞാൻ പേടിക്കുന്നു. കാരണം ഫീൽഡിൽ പോയാൽ മനസ്സിലാകും എന്താണ് യഥാർത്ഥ കാര്യമെന്ന്. എൻ്റെ പ്രധാനപ്പെട്ട പേടി കോൺഗ്രസ് ഇങ്ങനെ ബി.ജെ.പിയെ സഹായിച്ച് എത്ര കാലം മുന്നോട്ട് പോകും? 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവങ്ങളിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിക്കേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് വിഹിതം തരാത്ത പ്രശ്നങ്ങളിലുൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ശക്തമായ നിലപാടെടുക്കാൻ പേടിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുക്കുമ്പോൾ എന്തേ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ മൃദു സമീപനം എന്ന ചോദ്യമാണ് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പറയുന്നു, തൃശ്ശൂരിൽ ഏതെങ്കിലും വിധത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള പരസ്പര മത്സരം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് കേരളത്തിൻ്റെയോ തൃശ്ശൂരിൻ്റെയോ രാഷ്ട്രീയം അറിയുന്ന, താഴത്തുപോയി സാധാരണക്കാരുടെ വികാരം അറിയുന്ന എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും തമ്മിലാണ്, ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർ കണ്ടാലും സുഖിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സീറ്റ് കരസ്ഥമാക്കും. പക്ഷേ ഞങ്ങൾ തമ്മിലല്ല മത്സരം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആരെങ്കിലും സഹായിക്കാനാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കരുതിയാലും കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തന്നെയാണ്. അനുഭവങ്ങളത് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അനുഭവങ്ങളുടെ കുറവാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ബി.ജെ.പിയെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ട് ഗുണമാകില്ല എന്ന് കോൺഗ്രസ് പൊതുവിൽ മനസ്സിലാക്കേണ്ട ഒരു കാലമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമന്ത്രി വന്ന് പോയതിനു ശേഷം വലിയ രീതിയിൽ അഗ്രസീവായ ഒരു നിലയിലേക്ക് ബി.ജെ.പി വരുന്നുണ്ട്. അല്ല, അഗ്രസീവായി ബി.ജെ.പി പോയാൽ അത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെടുമെന്നല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രധാനമന്ത്രിയുടെ വരവിൽ എത്തിച്ചേർന്ന ആളുകൾ പ്രധാനമന്ത്രിയെ കാണാനോ അവരെ കൂട്ടാനോ വന്ന ആളുകളായിരിക്കും എന്ന് നമ്മൾ കരുതുന്നു. വന്നവരുടെ എണ്ണത്തെക്കുറിച്ചോ മറ്റു കാര്യത്തെക്കുറിച്ചോ അവർ വന്ന കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ തർക്കിക്കുന്നില്ല. വേദിയിലുണ്ടായിരുന്ന ആളുകളെല്ലാം നിങ്ങൾ നോക്കുക. ആ വേദിയിലുണ്ടായിരുന്ന കേരളത്തിൻ്റെ മഹാനടി ശോഭനയും വൈക്കം വിജയലക്ഷ്മിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ കേരള സദസ്സിൻ്റെ വിവിധ വേദികളിൽ പ്രഭാത ഭക്ഷണ യോഗങ്ങളിലും, വൈക്കം വിജയലക്ഷ്മിയാണെങ്കിൽ വൈക്കത്തെ യോഗത്തിൽ നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയോട് സ്നേഹം പ്രകടിപ്പിച്ച് ഈ ഗവൺമെൻറ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് റോസപ്പൂ കൊടുത്ത് മുഖ്യമന്ത്രിയുമായിട്ട് കുശലം പറയുമ്പോൾ ഞാൻ നേരിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നൊരു വേദിയിലേക്ക് സാംസ്കാരിക നായകർക്ക് ക്ഷണം വന്നാൽ അവർ പോകും, അത് സാധാരണയാണ്. അതും വോട്ടുമായി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് തന്നെ ബോധ്യപ്പെടുത്തും. തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി താഴെത്തലം വരെ ആ വർക്ക് മുന്നോട്ട് പോവുകയാണ്. താഴത്തെ പോയി നോക്കിയാൽ ജനങ്ങളോട് നിങ്ങൾ തന്നെ അഭിപ്രായം ചോദിക്കുക. പല വിധത്തിലുള്ള സെൻസസുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളൊരു 100 പേരോട് ചോദിച്ചിട്ട് അതിൽ 5 പേര് പോലും നേരത്തെ ഇവിടെ പറയപ്പെട്ട അഭിപ്രായം പറയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതാണ് ഫീൽഡിൻ്റെ സ്ഥിതി. കേരളം ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
ജനദ്രോഹപരമായ നടപടിക്കെതിരാണ്. 1,07,632 കോടി രൂപ 7.5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ തന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിനെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കിഫ്ബിക്ക് വേണ്ടി ചെലവഴിച്ച പണം കേരളത്തിലെ ബോറോയിങ് ലിമിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. ഇന്നലെ ഉദ്ഘാടനം ചെയ്തപ്പോൾ നിതിൻ ഗഡ്കരി തന്നെ സമ്മതിച്ചതുപോലെ 25% ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പണം കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യ രാജ്യത്തില്ല. ആ 6,000 കോടി രൂപയെ കടമെടുക്കുന്ന ബാധ്യതയുടെ ഭാഗമാക്കി മാറ്റുന്നു. അപ്പോൾ കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലലാണ് ശ്രമം. ആ ശ്രമത്തിനെതിരായി കേരളത്തിൻ്റെ അവകാശം കിട്ടാൻ വേദിയിലിരുന്ന മറിയക്കുട്ടിക്ക് യഥാർത്ഥത്തിൽ 1,600 രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 100 രൂപ പോലും വർദ്ധിപ്പിക്കപ്പെട്ടില്ല, 600 ആയിരുന്നു. 600-ൽ നിന്ന് 1,600 ആക്കി 60 ലക്ഷത്തിലേറെ വരുന്ന മറിയക്കുട്ടിമാർക്ക് 1,600 രൂപയുടെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെൻറ്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നാണ് പേര്. അതൊരു കോടതിയും പറഞ്ഞിട്ടല്ല, ഞങ്ങൾ തീരുമാനിച്ചതനുസരിച്ച് ഞങ്ങളുടെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ്. ഇപ്പോൾ ആ പണം കൊടുക്കാനുള്ള ഞങ്ങളുടെ മുമ്പിലെ തടസ്സം കേരളത്തിന് അർഹമായി കിട്ടേണ്ട, ഭരണഘടനാപരമായി കേരളത്തിന് കിട്ടേണ്ട അവകാശത്തെ നിഷേധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നത് കൊണ്ടാണ്. അതിനെതിരായൊരു സമരം ആരംഭിക്കേണ്ട ഘട്ടമാണ് ഈ സമരം. ഈ ഘട്ടം കേന്ദ്ര ഗവൺമെൻറ് പണം തരാതെ കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമ്പോൾ അങ്ങനെ പണം തരാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നതിന് പകരം ഞങ്ങളും അവരും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കേരളം അത് വിലയിരുത്തിയ അഭിപ്രായം നമുക്ക് കേൾക്കാം. BJP ഏകദേശം ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സുരേഷ് ഗോപിയുണ്ട്, UDF ആണെങ്കിൽ പ്രതാപനുണ്ട്. LDF സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാരണങ്ങളാണ്? LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ. LDF സ്ഥാനാർത്ഥി അരിവാളും താന്യക്കെതിരുമാണ്. ധൈര്യമായിട്ടിരിക്കാം. അരിവാളും താന്യക്കെതിരും തൃശ്ശൂർ ലോക്സഭയിൽ മത്സരിക്കും. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രസക്തി കാണുന്നത്. ആ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വാഭാവികമായും അപ്ലൈ ചെയ്യുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നമായിട്ടുള്ള അരിവാൾ നെൽക്കതിർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നയിക്കേണ്ട ഒരു വ്യക്തി ഉണ്ടാകും. അത് ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പാകട്ടെ തീരുമാനിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ധാന്യക്കതിർ ആരുടെ ചിഹ്നമായാലും അയാളായിരിക്കും ഈ ലോകസഭയെ പ്രതിദാനം ചെയ്യാൻ പോകുന്നത്. പ്രചരണം തുടങ്ങി കഴിഞ്ഞു. സുരേഷ് ഗോപി കോർണർ മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെല്ലാവരും സജീവമാണ്. ലോകസഭയിലേക്ക് വ്യക്തി രാഷ്ട്രീയമാണ് പ്രധാനം എന്നാരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങ് കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ലോകസഭയിലേക്ക് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പൊതുരാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം നല്ലതുപോലെ കൊണ്ടുപോകും. ഞങ്ങൾക്കൊരു സംഘടനാപരമായ കെട്ടുപാടും കാഴ്ചപ്പാടും നടപടിക്രമങ്ങളുമുണ്ട്. ബൂത്ത് തലം മുതലുള്ള വർക്ക് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഘടകകക്ഷികളായിട്ടുള്ള മുന്നണിയിലെ പാർട്ടികൾ ബൂത്ത് തല കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. നിയോജക മണ്ഡലം തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഈ വിവിധ പാർട്ടികൾ അങ്ങനെ നടത്തുന്ന പ്രവർത്തനത്തെ കൂട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തനം ആരംഭിക്കും. ആ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ആഗതമാകുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുവരെയുള്ള പാരമ്പര്യം, ഇതുവരെയുള്ള പിന്നെ സാധാരണ നിലയിലുള്ള കീഴ്വഴക്കം. ആ കീഴ്വഴക്കത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ച് ഒരു മിനിറ്റ് പോലും വൈകാതെ ആവശ്യമായാൽ അപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയും കരുത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉണ്ട്. ഒരു ഭയവും ഉണ്ടാകണ്ട. ഇവിടെ അരിവാൾ ധാന്യക്കതിർ തന്നെ ജയിക്കും.